ഇനിയിപ്പോ ഈ പാപ്പോയുടെ പടലുമായിട്ട് പോയിട്ട് എന്നാ കിട്ടാനാ? ഈടാ നീ ഈ റൂട്ട് ഓടുന്ന പാപ്പോയുടെ ബസ്സുമായിട്ട് എവിടെ നടക്കുകട കങ്കാരു? ആ പൊട്ടൻ ഇന്നലെ കുഞ്ഞിപ്പാപ്പയുടെ കഞ്ഞിപ്പാത്രം ചവിട്ടി തെറിപ്പിച്ചില്ലേ? അത് ചോദിക്കാൻ ചെന്ന പാപ്പോയോട് ഒന്നും രണ്ടും പറഞ്ഞ ആ പൊട്ടൻ മുഖത്ത് കാർക്കിച്ച് തുപ്പി. എന്റെ പൊന്നെ, പാപ്പോയി അവന്റെ മൈക്ക് സെറ്റയിൽ ഒരു പിടുത്തം പിടിച്ചിട്ട് ശ്വാസം മുട്ടി വീണപ്പോഴാ പിടുത്തം വിട്ടത്. അതിന്റെ കലിപ്പ് തീർക്കാൻ ആ പൊട്ടൻ അവന്റെ ചേട്ടൻ ആ അറാൻ പറഞ്ഞ ചുഴലി മാത്താനായിട്ട് പോയിട്ടുണ്ട്. വേണ്ട മോനെ, ഇതിനേക്കാൾ 3 ദിവസത്തിന് മൂത്ത ചേട്ടനടാ ഞാൻ. ഇതെന്നാടാ എന്റെ അനിയനെ ഞെക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കല്ലടാ. മോന്തയ്ക്ക് തുപ്പിയാ പിന്നെ വേണ്ട. നീ ആ കാലും കൊണ്ട് ഇവിടുന്ന് പോവില്ല മോനെ. ഷാപ്പിൽ കയറിയിരിക്കുന്നു. അയ്യോ കുഞ്ഞിപ്പാപ്പ, കള്ളുപിടിക്കാൻ വേണ്ടി ഷാപ്പിൽ കയറിയതല്ല, ഇതിലെ പോയപ്പോ കണ്ടപ്പോ കയറിപ്പോയതാ. ഓ, അപ്പം വന്നത് നന്നായി കേട്ടോ. ഇല്ല, ഇവന്മാർ രണ്ടുപേരും കൂടെ എനിക്കിട്ട് പണി തന്നേനെ. നിനക്ക് എന്നാ കാര്യാടാ ഈ എഴപ്പാളികളുമായിട്ട് കയറി മുട്ടാൻ? മാതാ മോനെ, കൂടെ പറപ്പ പോടാ. പോടാ. എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട 5 ഏക്കർ ആഞ്ഞിലുമൂട് മേടിച്ചോണ്ട ഞാൻ ഇവിടുന്ന് പോവും. മിണ്ടരുത്, ചുഴലി ഞാൻ ഇളക്കും നിന്റെ. ചുമ്മാ പോന്റെ പാപ്പനെ തുച്ചിട്ടാ കുന്തം പുറത്തേക്ക് വരുന്ന ഈ വടി പൈസ കൊടുത്താ മന്ദം കൊല്ല എനിക്കൊന്ന് പണി തരും. ഇടി വെട്ടിയ തെങ്ങിന് ഇത്തല് പിടിച്ച മാവ് കൂട്ട. പടയാറ്റി കൊച്ചന്റെ വാച്ച വെച്ചേച്ച് പോയി അടിച്ചോണ്ട് പോകത്തില്ലേ ഇവന്മാരെ കൊണ്ട്? നീ പുറകെ ഇരുന്നാ മതി. ഈ പളയെ കൊണ്ടൊരു ഭാഗ്യേ. കുഞ്ഞിപ്പാപ്പ, ആ അഞ്ഞലി മൂട്ടിലെ 5 ഏക്കർ അങ്ങ് കൊടുത്തേന്. പോയാ ഇത്രയല്ലേ പോവാനുള്ളൂ. മയില് പോലെ വിരിഞ്ഞ് കിടക്കുകയില്ലേ മയിലുകളോളം പറമ്പുകൾ. പണിയെടുക്കാൻ ഞാൻ നിനക്കൊരു 5 ഏക്കർ തന്നിരുന്നല്ലോടാ. അത് വേണ്ട. തന്ന സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യാൻ 6 അടി കുഴിച്ചപ്പോ ആമത്തോട് പോലത്തെ കരിമ്പാറയല്ലായിരുന്നോ? ദുഃഖവെള്ളിക്കുണ്ടായ ദുഃഖക്കനി. നീ ബാബ ആക്ഷേപിക്കരുത്. ഓഡിയൻസ് എങ്ങാനും കേട്ടാ മോശമല്ലയോ? ലീവർ എടുത്തിട്ട് തലക്കെട്ട് ഞാൻ തരും. ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങിയേക്കാം, പക്ഷെ എനിക്ക് പ്രശ്നമില്ല. മോശമായിപ്പോന്ന് ഞാൻ അപ്പോഴും പറയും. പറഞ്ഞോടാ. പന്നിപ്പടക്കോ കിട്ടി പാപ്പോയ്ക്കിട്ട് എറിയാൻ പോവാൻ നിനക്ക് എന്നെ കാര്യമാടാ. കുഞ്ഞാങ്ങളായിട്ട് എന്താ നടന്നതെന്ന് അറിയാൻ വന്ന പാപ്പോയുടെ മുഖത്ത് നീ തുപ്പിയത് കൊണ്ടല്ലേ അവൻ നിന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ചത്. പോടാ. അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആങ്ങളയുടെ മോനോട് പറഞ്ഞേരെ, അവന്റെ അപ്പം കാണിക്കുന്ന തന്തയില്ലാ തരത്തില് കൂടെ കൊടയും പിടിച്ചോണ്ട് നടന്ന എന്റെ JCBയുടെ തുമ്പി കൈക്ക് അവന്റെ തലയടിച്ച പൊളിക്കും. നീ മിണ്ടരുത് തെമ്മാടി. കാലിൽ ഇരുമ്പാണിയിട്ടുണ്ട് ഇറങ്ങിയിരിക്കുന്നു വെട്ടിനും കുത്തിനും. നിന്റെ അപ്പനുണ്ടായിരുന്ന വർക്കത്തിന്റെ ഒരു തരി പോലും ഇല്ലല്ലോടാ നിനക്കൊന്നിനും. ഇതാ പാപ്പോയി ആയതുകൊണ്ടല്ലേ തള്ളക്ക് പഴുത്ത. അതേടാ,
നിന്നെ അവനെ ഞാൻ ഈ ഒക്കെ തിരുത്തി കുറെ കൊണ്ടു നടന്നതാ. ആണാ? ആ അവനാ പണ്ട് അവന്റെ അപ്പന്റെ നേരെ കൈ ചൂണ്ടിന്ന് പറഞ്ഞേ എന്നെ അവന്റെ ബസ് കയറ്റി കൊല്ലാൻ നോക്കിയത്. മറക്കില്ലേ ഈ ചാമേ? എടാ നടന്നത് പറ. അട വെച്ച കട്ട തെറ്റി വണ്ടി നിന്റെ നേരെ ഉരുണ്ട് വന്നത് നീ നിന്നെ കൊല്ലാനും നാക്കി. അതെ, അതുകൊണ്ട് എന്നെ മാത്രൻ അടിച്ചു പറിക്കണ JCB കൊണ്ട് നടക്കണത്. എടാ മക്കളെ, കുട്ടിക്കാലത്ത് വെറും ഒരു ശർക്കര ഉണ്ടയുടെ ഒരു കടി ചോദിച്ചിട്ട് അത് ഉറുമ്പരിച്ചു കളഞ്ഞിട്ടും എനിക്ക് തരാത്തവനാ എന്റെ ആങ്ങള. ആ ഞാൻ കഴിക്കടാ. ശ്രീധരൻ വക്കീൽ കോടതി വന്ന് സത്യം പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. എന്റെ മക്കൾ അതുവരെ അങ്ങ് ക്ഷമിക്കും. இந்த காலத்துல வக்கீல் கேஸ் ஒண்ணு ஆகாதம்மா. வெட்டறிவாளை எடுக்க வேண்டிய இடத்துல அறிவாத்தாய் எடுக்கணும். எங்க அண்ணா சொல்லுவாரு. എടി വടിവാള് വെട്ടിയത്തേക്ക് നിന്റെ നാട്ടിൽ വെച്ചേര്. ഡാ നിന്റെ തമിഴത്തോട് പറഞ്ഞേര് വായി കിടക്കണ നാക്ക് വായിലിട്ടാ മതിയെന്ന്. അപ്പൻ ഷാപ്പ് നടത്തി പെട്ടിയിലായി. ഈ മൂത്തമോൻ പെട്ടിയെ പിടിച്ച് കയറാൻ ശ്രമിക്കാണ്. കൂട്ടായിരിക്കണേ, എങ്കിലും തൂങ്ങിച്ചാകണ്ടായിരുന്നു. ഇവർ ദൈവത്തിന്റെയും എന്റെയും. അങ്ങനെ ഔസേപ്പിന്റെ പെട്ടി എന്റേലായി. ഹലോ ഹെർക്കുലി. കവിക്കുന്ന് പള്ളിയിലെ കാന്താരി കൊച്ചച്ഛന്റെ മുറിയിൽ ലൈറ്റ് ഇല്ലല്ലോ. കുത്തിയിരുന്ന മതി. ചാടിക്കോ. വടക്കേക്കാട്ടിൽ കുട്ടിച്ചന്റെ അമ്മയുടെ പെട്ടിയല്ലേടാ? അർത്ഥ കൈക്ക് ഉപ്പ് നേക്കത്ത നാറി അവൻ അമ്മേനടക്കാനായിട്ട് തേക്കിന്റെ പെട്ടി വാങ്ങി. ഇങ്ങോട്ട് താടാ. അത് കളർ മുക്കി തേക്കിന്റെ ഡിസൈൻ അടിച്ച പെട്ടിയാ തോമാച്ചായ. ഓ അത് ഞാൻ മറന്നു. തോമാച്ചായ തോമാച്ചു ജക്കാർത്ത് എന്നുള്ള ഒരു സുനാമി പെട്ടി എത്തിയിട്ടുണ്ട്. ഓക്കുന്നുണ്ട് അല്ലെ പരിമില പിതാവിനെ പള്ളിയുടെ അടുക്കേക്കാ. അതെടുക്കാൻ അൾത്താര വരെ കയറണം. പള്ളിക്കാര് മുട്ട് തല്ലി ഓടിക്കടാ പേട്ടെ. ക്വിക്ക് ഫിക്സ്, വേഗം. ഓവർ ഓവർ ഓവർ. മിലിറ്ററിയാ. താങ്ക് യു. നല്ല ചീഞ്ഞ മണം. Day of the Checkal. തോമാച്ചായോ, എന്റെ ഭാര്യയുടെ കിഡ്നി തകരാറില്ല. ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നെ ഒന്ന് സഹായിച്ചാ കൊള്ളായിരുന്നു. കിഡ്നി ആവുമ്പോ കാറ്റ് പോകുന്ന ഉറപ്പാ. എന്നാ ഇരിക്കട്ടെ, ഈ തോമാവക ഒരു മൾബറി പെട്ടി ഫ്രീ. ശവപ്പെട്ടി കഴിവറ മോനെ, വെറുതെ അല്ലടാ നിന്റെ അപ്പം മുണ്ടേ തൂങ്ങിയത്. ഈ ചെറ്റയോടൊക്കെ ചോദിക്കാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. ചാവുന്നതിന് മുമ്പ് ശവപ്പെട്ടി ഓഫർ വേണ്ടായിരുന്നു. എന്റെ പൊട്ടനെത്തി. എന്താടാ അമ്മച്ചിക്ക് വല്ലതും? പാപ്പോയി നിന്നെ ചാറക്കകത്ത് എടുത്തിട്ട് കുത്തിയോ? പാമ്പോ? അതിനടുത്ത് കഴുത്തിലിട്ടെന്നോ? ഓ ഈ പൊട്ട പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ട പെട്ടിയിലായി പോകും. കയറുമാലല്ലേ, മനസ്സിലായി? അവൻ എന്റെ അനിയന്മാത്തനെ കയറുമാലയ്ക്ക് പൂട്ടി 5-10 അവന്റെ നീളത്തിനൊരു പെട്ടി റെഡിയാക്കി. ഇന്നാദ്യ വെള്ളിയല്ലേ, അവൻ ആ ഓലിക്കലച്ചന്റെ കുമ്പസാര കൂട്ടി കാണും. അവൻ ജനിച്ച വെള്ളി തന്നെ ആയിക്കോട്ടെ അവന്റെ ഷോട്. ചെവിയിലെ സുനയുടെ വോളിയം കൂട്ടച്ചു. എന്നിട്ട് അതിപ്പോ അങ്ങനെ അവിടെ അങ്ങനെ പോയപ്പോ അതങ്ങനെ ഞാനും ചെയ്തു പോയി. നീ എന്തിനാടാ കൊച്ചെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? മനസ്സ് പിടിച്ചിട്ട് നിൽക്കണില്ല. ഏതാ നിന്റെ അപ്പനെയും നിന്റെ അപ്പൻ്റെ അപ്പൻ്റെ ഇട്ടിവരെയും ഞാൻ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. അവന്മാരൊന്നും നാവിന്ന് ഇതുപോലെ കേട്ടിട്ടില്ല. ആത്മസംയമനില്ലാത്തവനെ വച്ചു പറ്റിപ്പോയച്ചു. നീ പോയിട്ടൊരു പെണ്ണ് കെട്ടടാ. ഓട്ടനം കെട്ടവനെ ഇത് കേട്ട് കേട്ട് മടുത്തു. എന്റെ അച്ഛനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല 28 തവണ പെണ്ണ് കണ്ടത്. എനിക്കിഷ്ടപ്പെടുമ്പോ തന്തക്ക് ഇഷ്ടപ്പെടുന്നില്ല, തന്തക്ക് ഇഷ്ടപ്പെടുമ്പോ തള്ളക്ക് ഇഷ്ടപ്പെടത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോ പെണ്ണിന് ഇഷ്ടപ്പെടത്തില്ല. ഇനി പെണ്ണ് കാണാൻ പോകുമ്പോ എടപ്പള്ളി പള്ളിയില് 2 കോഴിയെ കൊടുത്ത. പൂവനോ പിടയോ? നീ പൂവൻ കൊടുത്താ മതി. എന്താച്ചോ പൂവനെ തന്നെ? പൂവൻ കോഴിയുടെ സ്വഭാവം നിന്റെ സ്വഭാവം ഒരുപോലെയാ. നേരത്തെ ഇട്ടെങ്കിലും ഈ പൂവന്മാരും പൂവാലന്മാരും ഈ ലോകത്ത് തീരട്ടെ. അതൊക്കെ പറയാച്ചോ. പിടക്കോഴികൾ പേടക്കോഴികൾ എന്നാ ചിരിക്കാനാണ്? അവളുമാര് കൂടി ഈ ലോകത്തൊന്നും പോയാ
ഇവിടെ സ്വർഗാണ്. അത് മോശമായി പോയി. എടാ ദുഃഖവള്ളി, ഇതാര്? ആട് തോമേ? നിന്റെ അപ്പനെ കോഞ്ഞാനോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു 1.5 ആട് തോമയാലേ പറ്റൂ. ശവപ്പെട്ടി തോമാന്ന് പറയടാ അമ്മായിയുടെ മോനെ. നീ എന്നെ കൊണ്ട് തുണി പറപ്പിക്കല്ലേ. പള്ളിയുടെ ആനവാദക്ക് നിന്നാണ് പരട്ടത്തരം പറയുന്നത്. പൊറുക്കണേ. അടി കളസ വിടാത്തവനാണോടാ തുണി പറിക്കുന്നത്. ശമാശകളാ, ഞാൻ ശവപ്പെട്ടിക്ക് തടിയെടുക്കാൻ പോയ തക്കത്തിന് നീ ഞങ്ങളുടെ പൊട്ടം പത്രോടെ മൈക്ക് സെറ്റ് കയറി പിടിച്ചോ? ഞാനൊരു സെറ്റിലും പിടിച്ചില്ല. അവന്റെ തൊണ്ടക്കുഴിക്ക് കുത്തി പിടിച്ചു ശ്വാസം നിൽക്കാൻ. 1 പറഞ്ഞ് 2 പറഞ്ഞ് കാ വളച്ചൊരു തെറിയും ആർക്കിച്ചൊരു തുപ്പും. അതിന് നീ പൂ വളച്ച് തെറി വിളിച്ചില്ലടാ? വിളിച്ചേനെ. ഈ ചാമച്ചി നിൽക്കുന്നോണ്ട് വളച്ചില്ല. നീ ഞങ്ങളുടെ മാത്തന്റെ വീക്കാണി കുട്ടിയുള്ള ചവിട്ടുള്ള സൂക്ഷിച്ച മോനെ. വീക്കാണിക്ക് ചവിട്ടിയാലേ അവന്റെ പൂഞ്ഞാണി പറഞ്ഞ എന്റെ കക്ഷത്തിരിക്കും. എടാ വീറേ, നീ എന്നെ കൈ ചുരുട്ടി കാണിക്കും. 5 ഏക്കർ ആഞ്ഞിലൂടെ എഴുത്തരാൻ നിനക്കെതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ തോമാക്ക് മൾവറിയാടാ. ഈ ന്യായം ഇന്നലെ ഹൈക്കമാൻഡിൽ അവതരിപ്പിച്ചതാ. ഞാൻ ഒന്നുകൂടെ ധൈര്യത്തിന് 2 വെട്ടിരുമ്പും തട്ടുമുട്ടും എക്സ്ട്രാ വിട്ടേച്ച് അവതരിപ്പിക്കാം. എന്റെ 1000 രൂപയാടാ. കുഞ്ഞു പാപ്പോ, ഈ അമ്പൂന്റെ തലയിൽ എപ്പോഴും സംശയാ. കരിവെള്ളത്തിൽ കറുപ്പ് കളിക്കാൻ വളമാവോ? എടാ 10 മാസം ഗർഭം ചുവന്ന് നിൽക്കുന്ന പെണ്ണിനെ പോലെ ഇക്കണ്ട കൽക്കണ്ട കനി പോലത്തെ ചക്കകളും താങ്ങി നിൽക്കുകയല്ലേ ഇവള്. ആ ക്ഷീണം അറിയാതെ നല്ല കംപ്രഷനിൽ അങ്ങോട്ട് വളരാനായത്. അമ്പുവേ, നിന്റെ മോക്ക് നഴ്സിംഗ് കോളേജിൽ ചേരാൻ പണം വേണമെന്ന് പറഞ്ഞില്ലേ? നമ്മളെ മാറ്റം പോലെ നിൽക്കണ കഴുത. ചേച്ചേ, അയില ഇച്ചിരി കൂടെ മുരിയായിരുന്നില്ലേ? ഇല്ലേ മക്കളെ? പൂച്ചകൾ പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. കൊല്ലം, ആലുവ എന്നിവിടങ്ങളിൽ 5600 രൂപ, ആലപ്പുഴ ആ ഒക്കാനും നായര് പഠിപ്പിച്ചില്ല. തിരുവല്ലയിൽ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ 5600 രൂപ, കോട്ടയം 5200 രൂപ, പാല 5500 രൂപ. ഇതൊന്നും ഇവന്മാർക്ക് ഞാൻ കൊടുക്കത്തില്ല. ചേച്ചേ, എന്തോ ആ നായര് എന്ന കാശിന്റെ കണക്കെന്ന് പറഞ്ഞു. ജോജോന് ഒരു ഗൈഡ് വാങ്ങി 150 രൂപ. ശാലിയുടെ കണ്ണാടിയുടെ ഫ്രെയിം മാറ്റി 350 രൂപ. പിന്നെ കൊച്ചുമോക്ക് ഒരു കഫ് സിറപ്പ് വാങ്ങി 36 രൂപ. കൂടെ ഒരു കോംപ്ലാനും മേടിച്ചു. അത് വേണ്ടായിരുന്നല്ലോ. നല്ല 1-ാം വെച്ചൂരി പശുക്കൾ കൂട്ടിയിപ്പില്ലേ? നാട്ടുവിശേഷം ഇനി നാളെ രാവിലെ 7:35.